എറണാകുളം പാലാരിവട്ടത്ത് ട്രാൻസ്ജെൻഡർ വുമണിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധത്തിനൊരുങ്ങി ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് തീരുമാനം. കേസിൽ പ്രതിയെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് എറണാകുളം ടൗണിൽ വെച്ച് ട്രാൻസ് വുമണിന് നേരെ അജ്ഞാതന്റെ ആക്രമണമുണ്ടായത്. പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് മുന്നിൽ വിശ്രമിക്കുകയായിരുന്ന ഏഞ്ചലിനാണ് ക്രൂരമർദ്ദനമേറ്റത്. ഇരുമ്പുവടി കൊണ്ടാണ് പ്രതി ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ ഏഞ്ചലിന്റെ കൈക്ക് പരിക്കേറ്റു. അപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് നല്ല വെട്ടം വിളിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഫോൺ കുത്തി റീൽസ് കൊണ്ടുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഒരാൾ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി വന്നിട്ട് ആളുടെ കയ്യിലൊരു വടിയുണ്ടായിരുന്നു. ആളെന്നോട് ചോദിച്ചു, ഏത് മുടി വളർത്തിയൊരു സ്ത്രീനെ ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇത് പറയണത് മാത്രം ഓർമ്മയുണ്ട്. പിന്നെ ആളുടെ കയ്യിലുള്ള ആ ഇരുമ്പോടി വെച്ചിട്ട് ഒരടി അടിച്ചത് എൻ്റെ ഫോണും എൻ്റെ കയ്യിലിട്ടാണ് കൊണ്ടത്. അപ്പോൾ തന്നെ എൻ്റെ വിരലൊടിഞ്ഞു, ഇവിടെ വീർത്തു വന്നു. പിന്നത്തെ അടി എൻ്റെ കാലിലിട്ടാണ് കൊണ്ടത്. പിന്നെ ഞാൻ അപ്പം തന്നെ മൊത്തത്തിൽ ഇരുട്ടായിപ്പോയി കണ്ണിൽ. ശരിക്കും തലക്കെട്ട് കൊള്ളണ്ടായത്, അതാ കൈവച്ച് തടുത്തത്. യാതൊരു പ്രകോപനവും കൂടാതെയായിരുന്നു ആക്രമണമെന്ന് പരാതിക്കാരി പറഞ്ഞു. ഇയാൾ മറ്റ് 2 ട്രാൻസ് വുമണിന് നേരെയും ആക്രമണം നടത്തിയതായും ആരോപണമുണ്ട്. എൻ്റെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് അടി കെട്ടിയിട്ട് അവിടെ ആ കുട്ടിയോടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയായിട്ട് ഒരുമിച്ച് പോയിട്ടാണ് അഡ്മിറ്റ് ആയത്. അവിടെ ആ കുട്ടീനെ അടിച്ചത് ആ റിനെമെഡിസിറ്റി ഹോസ്പിറ്റലിന്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഫ്രണ്ടിൽ തന്നെ. സംഭവത്തിൽ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് അഡ്വക്കേറ്റ് പത്മാലക്ഷ്മി ചൂണ്ടിക്കാട്ടി. പ്രതി സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പറും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടും പോലീസിന് പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. ട്രാൻസ് സമൂഹത്തെ അകറ്റി നിർത്തുകയല്ല, മറിച്ച് സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും പത്മാലക്ഷ്മി പറഞ്ഞു. എഫ്ഐആർ ഇട്ടിട്ടുള്ളതിനകത്ത് ഇട്ടിരിക്കുന്ന സെക്ഷൻ 118 ക്ലോസ് 2ഉം 353 ക്ലോസ് 3യും TG ആക്ട് 80 ക്ലോസ് DU ആണ്. ഗ്രീവിയസ് ഹേർട്ടും അതുപോലെ തന്നെ TG ആക്ടിന്റെ നേരിനാൽ പ്രൊട്ടക്ഷനുമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ഇവരുടെ തലയിലോട്ടാണ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരുടെ കൈ മുന്നോട്ട് വെച്ചത്. ആ സമയത്താണ് അവരുടെ കൈക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് ഈ രീതിയിൽ അവരെ ആക്രമിച്ചിട്ടുള്ളത്. സോ അറ്റംപ്റ്റ് ടു മർഡർ ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പ്രതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഒരു സെക്ഷൻ ഒഴിവാക്കി കൊടുത്ത് പരമാവധി അയാളെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. പ്രതിയെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും ട്രാൻസ് സമൂഹം ആവശ്യപ്പെട്ടു. ഇനിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലേക്ക് കടക്കാനാണ് കമ്മ്യൂണിറ്റി തീരുമാനം. ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ച വന്നാൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വരുന്ന പാലാരിവട്ടം പോലീസിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു വീഴ്ച തന്നെ വന്നേക്കണേ. വണ്ടി നമ്പർ എടുത്തു കൊടുത്തു, പ്രതി ആക്രമിക്കുന്ന വീഡിയോ കൊടുത്തു. എന്നിട്ടൊന്നും ഈ 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസത്തിലേക്ക് കടന്നിട്ട് ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രതിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നാളെ ഞങ്ങളിവിടെ കുത്തിയിരിപ്പ് സമരം അടക്കം നടത്തും. അതിന് ഒരു മാറ്റവും ഇല്ല. അതേസമയം ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസും അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.